عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. കേരള നദുവത്തുൽ മുജാഹിദീന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന തൗഹീദി ക്യാമ്പയിന്റെ ഭാഗമായി ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ ദീൻ പറയാനും കേൾക്കുവാനുമുള്ള അവസരം എനിക്കും നിങ്ങൾക്കും ലഭിച്ചിരിക്കുകയാണ്. ഈ സമയവും സന്ദർഭവും നമുക്ക് അനുകൂലമാക്കി അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. കേരളത്തിലും കേരളത്തിന് പുറത്തും വിവാദമായ പഴയങ്ങാടി കടപ്പുറത്തെ പഴനിറയൽ എന്ന പ്രതിഭാസം ഈ അടുത്ത കാലഘട്ടത്തിലായി ഓരോ കൊല്ലവും ഒരു തങ്ങളുടെ സാന്നിധ്യത്തിൽ ആ നാട്ടിലെ കുറെ ജനങ്ങളെ വിളിച്ചുകൂട്ടിക്കൊണ്ട് അഭിവൃദ്ധി ഉണ്ടാകാൻ, സമ്പൽ സമൃദ്ധി ലഭിക്കുവാൻ കടലിലേക്ക് പഴമെറിഞ്ഞുകൊണ്ട് തികച്ചും പ്രമാണവിരുദ്ധമായ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഒരു തെളിവുമില്ലാത്ത ചില നടപടിക്രമങ്ങളുമായി ചില ആളുകൾ മുന്നോട്ട് വന്ന സംഗമങ്ങളിൽ ഇസ്ലാമികമായി നസീഹത്തോടെ ജനങ്ങൾക്ക് കാര്യം വ്യക്തമാക്കി കൊടുക്കണം, അതിന്റെ നിജാവസ്ഥ പറഞ്ഞു കൊടുക്കണം. ഇത്തരം ദുരാചാരങ്ങൾ സമൂഹത്തിൽ കടന്നു വരുന്നതിന്റെ അപകടം എന്താണ് എന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി അതിനെതിരെയുള്ള പ്രചരണങ്ങളും പ്രവർത്തനങ്ങളുമായി നിരവധി പണ്ഡിതന്മാർ രംഗത്ത് വന്നപ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് തെളിവുദ്ധരിക്കുന്നു എന്ന രൂപത്തിൽ ദുർബലമായ ചില തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വന്ന സന്ദർഭത്തിൽ എന്താണ് ആ തെളിവുകളുടെ നിജസ്ഥിതി എന്ന് വിശദീകരിച്ചുകൊണ്ട് നമ്മൾ വിശദീകരണം നടത്തിയിരുന്നു. അതിന് മറുപടി പറയുന്നു എന്ന വ്യാജേന ചില പുകമറകൾ സൃഷ്ടിക്കുവാൻ ചില ആളുകൾ ശ്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ പുകമറ നീക്കുവാൻ വേണ്ടി എന്താണ് ഇസ്ലാമിക പ്രമാണങ്ങൾ കൃത്യമായി നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു തരുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഒരിക്കൽ കൂടി ഈ യോഗത്തിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. രണ്ട് പ്രാവശ്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു, കൃത്യമായി തൗഹീദ് മനസ്സിലാക്കാൻ കഴിഞ്ഞ സമൂഹം പ്രവാചകന്മാരുടെ സാന്നിധ്യത്തിൽ തന്നെ പ്രവാചകന്മാരുടെ അനുയായികളായി നിലകൊണ്ടുകൊണ്ട് ആ പ്രവാചകന്മാരോട് തന്നെ വിശ്വാസവിരുദ്ധമായ ഈമാനിനെതിരായ തൗഹീദിനെതിരായ നിലപാടുകൾ, ആ നിലപാടുകൾ പ്രവാചകന്മാരുടെ സാന്നിധ്യത്തിൽ തന്നെ അനുയായികൾ ചെയ്യുന്നു എന്ന് തെളിവായി ആ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ നൽകുന്ന താക്കീതുകളെ സംബന്ധിച്ച് നാം വിശദീകരിച്ചിരുന്നു. ആ താക്കീതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന സന്ദേശത്തെ ഉൾക്കൊള്ളാതെ ആ ആയത്തിന്റെ പിൻബലത്തിൽ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉമ്മത്തിന് കൈമാറി കൊടുക്കുന്ന ആശയത്തെ ഉൾക്കൊള്ളാതെ ആ സംഭവത്തെ ഓർമ്മിപ്പിച്ചതിന്റെ പേരിൽ ചില ആളുകൾ രംഗത്ത് വന്നുകൊണ്ട് വിമർശനം ഉന്നയിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും അനുയായികളുടെയും ചരിത്രം ഉദ്ധരിച്ചത് അത് ആരെയൊക്കെയോ മുശ്രിക്കാക്കാൻ വേണ്ടിയാണ്, കാഫിറാക്കാൻ വേണ്ടിയാണ് എന്നാണ് ചില ആളുകൾ നടത്തുന്ന ദുർവ്യാഖ്യാനം. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ഓരോ ആശയങ്ങളും നമ്മുടെ ജീവിതത്തിൽ വലിയ പാഠമാണ്. ആ രൂപത്തിൽ അത് പാഠമാകുന്നതിന് വേണ്ടിയാണ് അല്ലാഹു ആ സംഭവങ്ങൾ നമുക്ക് ഓർമ്മിപ്പിച്ചു തന്നത്. ഇവിടെ അല്ലാഹുവിന്റെ ഖുർആനിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലും ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട ഏതൊരു സന്ദർഭത്തിലും അവന്റെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട നടപടിക്രമങ്ങൾ അത് രാവിലും പകലിലുമായി ചെയ്യേണ്ടത് ചെറുതാകട്ടെ വലുതാകട്ടെ വ്യക്തമായി ക്ലിപ്തമായി ലൈലുഹാക്ക നഹാരിഹ, അതിന്റെ പാതിരാത്രി പോലും പകൽ പോലെ പ്രകാശപൂരിതമാകുന്ന രൂപത്തിൽ അവ്യക്തതയില്ലാതെ പഠിപ്പിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഇഴഞ്ഞുപോയെങ്കിൽ, നടന്നുപോയെങ്കിൽ ആ പ്രവാചകന്റെ പിന്നാലെ നടക്കേണ്ടതിന് പകരം പുതിയ പുതിയ ആചാരങ്ങൾ ഉണ്ടാക്കി, പുതിയ പുതിയ നടപടിക്രമങ്ങൾ ഉണ്ടാക്കി പോകുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന താക്കീത് അതൊരു അലോസരം സൃഷ്ടിക്കുന്നുവെങ്കിൽ, അതൊരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ പ്രശ്നമല്ല, നമ്മുടെ കുഴപ്പമല്ല. നേരെമറിച്ച് അല്ലാഹുവിന്റെ ആയത്തുകളെയും ഹദീസുകളെയും ഉൾക്കൊള്ളുന്ന ആളുകൾ, ഉൾക്കൊള്ളേണ്ട ആളുകൾ അത് വേണ്ട വിധത്തിൽ അവരുടെ കൽബിന് ഇരുത്തം വരുത്തി ഉൾക്കൊള്ളാത്തത് കൊണ്ടുള്ള പ്രയാസം മാത്രമാണ് എന്നാണ് ആമുഖമായി സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വളരെ ഗൗരവമുള്ള സംഗതിയാണ്. അതാരെങ്കിലും മുശ്രിക്കാക്കാനോ കാഫറാക്കാനോ അല്ല, നേരെമറിച്ച് വിശ്വാസ വൈകല്യങ്ങൾ ഒരാളിലും വരാതിരിക്കാനുള്ള താക്കീതാണ്. അങ്ങനെയാണ് മുഫസ്സിറുകളായ ആളുകൾ ആയത്തിനെ വിശദീകരിച്ചത്, ആ ആയത്തിന് തഫ്സീർ എഴുതിയത്. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, സൂറത്ത് അറാഫിലെ 138-ാമത്തെ ആയത്ത്. ആ ആയത്തിൽ അല്ലാഹു പറഞ്ഞത് എന്താ? വജാബത്നാ ബിബനി ഇസ്രായീൽ ബഹറ ഫഅതവ അലാ ഖൗമിൻ യഖൂഫൂന അലാ അസ്നാമിൻ ലഹും ഖാലൂ യാ മൂസാ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ ഖാല ഇന്നകും ഖൗമുൻ തജ്ഹലൂൻ. ഫറോയുടെ കിരാതമായ കരങ്ങളിൽ നിന്ന്, അവന്റെ സ്വേച്ഛാധിപത്യപരമായ ഇടപെടലുകളിൽ നിന്ന് അടിമകളാക്കി ആ ഒരു ജനതയെ, ബനൂ ഇസ്രായേലിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവർക്കിടയിലേക്ക് അയച്ച് ഫറോയോടക്കം മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ചെന്ന് തൗഹീദ് പറഞ്ഞു. അവസാനം ആ ഈജിപ്ഷ്യൻ സമൂഹം, ആ നാട്ടിലെ ജനത, അവിടുത്തെ ഭരണകൂടം ഒന്നടങ്കം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും അനുയായികളുടെയും പിന്നാലെ കൂടി ഒരു പാതിരാത്രിയിൽ അവർ സ്വന്തം ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടോടി അവസാനം വലിയൊരു കടലിന്റെ മുന്നിൽ പോയിട്ട് അവർക്ക് നിൽക്കേണ്ടി വന്ന ഘട്ടത്തിൽ ആ കടലിനെ രണ്ടായി പിളർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വഴിയൊരുക്കി. അതിനുശേഷം ആ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കൂടെയുള്ള ആളുകളെയും രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നതിനെ സംബന്ധിച്ചാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. വജാവസ്നാ ബിബനി ഇസ്രായീൽ ബഹറ. അല്ലാഹു ആ കടലിൽ നിന്ന് ബനൂ ഇസ്രായേലിനെ രക്ഷപ്പെടുത്തി പുറത്തു കൊണ്ടുവന്നു. അവർ സുരക്ഷിതമായി പോവുകയാണ്. ഇനി അവർ അല്ലാഹുവിനോട് ഏറ്റവും അധികം നന്ദി കാണിക്കേണ്ടവരും ശുക്ർ ചെയ്യേണ്ടവരും അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിതാവസാനം വരെ കഴിച്ചുകൂട്ടേണ്ടതുമാണ്. അങ്ങനെയാണ് ഇത് മനസ്സിലാക്കണം. ഇവിടെ ചോദിക്കുന്നത് ആരാണ്? മുശ്രിക്കുകളല്ല. ഇവിടെ ചോദിക്കുന്നത് ആരാണ്? മൂസാ നബിയുടെ അനുയായികളാണ്. ആരോടാ ചോദിക്കുന്നത്? മൂസാ നബിയോട്. എന്താ ചോദ്യം? മൂസ, അവർക്ക് കാണുന്ന ഇലാഹുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ ഉണ്ടാക്കി തരണമേ. ഇതൊരു മനസ്സാണ്. ഇത്തരം മനസ്സുള്ള ആളുകൾ ലോകത്ത് ഏത് കാലഘട്ടത്തിലും ഉണ്ടാകും. ആ സന്ദർഭത്തിൽ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറയുകയാണ്, ഖാല ഇന്നകും ഖൗമുൻ തജ്ഹലൂൻ. ഓ സമൂഹമേ, നിങ്ങൾ ഒരു വിവരമില്ലാത്ത സമൂഹമായി പോയല്ലോ, നിങ്ങൾ അങ്ങേറ്റം ജഹാലത്തിലായി പോയല്ലോ, നിങ്ങൾ ജാഹിലുകളായി പോയല്ലോ എന്ന് മൂസാ നബി തന്റെ അനുയായികളോട് ചോദിക്കേണ്ടി വന്നു എന്നാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകളായ ആളുകൾ പറഞ്ഞതെന്താ? മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു, യുഖ്ബിറു തആല അമ്മാ ഖാലഹു ജഹലത്തു ബനി ഇസ്രായീല ലിമൂസാ ഹീന ജാബസുൽ ബർറ. അല്ലാഹു ഇവിടെ നമുക്ക് പറഞ്ഞു തരികയാണ് എന്തിനെക്കുറിച്ച് അല്ലാഹു പറയുന്നത്. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെയുണ്ടായിരുന്ന ബനൂ ഇസ്രായേലിയരായ ആളുകൾ, അവരിലെ വിവരമില്ലാത്ത ജാഹിലുകളായ ആളുകൾ, അവർ മൂസാ നബിയോട് പറഞ്ഞത്, എപ്പോൾ അവർ കടൽ കടന്ന് ഇങ്ങനെ വരുന്ന വഴി, കടൽ കടന്ന് വരിക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അളമത്തും അവന്റെ ആയാത്തുകളും അവന്റെ ദൃഷ്ടാന്തങ്ങളും അവന്റെ സുൽത്താനിയത്തിന്റെ ഔന്നിത്യവും ഒക്കെ കണ്ണുകൊണ്ട് കണ്ട, കേട്ടറിഞ്ഞതല്ലവര്, ഇതെല്ലാം കണ്ണുകൊണ്ട് കണ്ട ആ ആളുകൾ ഒരു സംഘം വിഗ്രഹാരാധകരെ കണ്ടപ്പോൾ മുഫസ്സിറുകളിൽ ചില ആളുകൾ പറഞ്ഞു, ആ ജനത അഥവാ വിഗ്രഹത്തെ പൂജിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് വിവരമില്ലാത്തവരാകാൻ കഴിഞ്ഞു. അള്ളാഹുവിന്റെ അളമത്തിനെ സംബന്ധിച്ച്, അവന്റെ പ്രതാപത്തെ സംബന്ധിച്ച്
നിങ്ങൾ ഇത്രമാത്രം ജാഹിലുകളായി പോയല്ലോ. കാരണം നിങ്ങൾക്ക് നിർബന്ധമാണ് വേറെ ആര് അള്ളാഹുവിന് കൂറുകാരെ ഉണ്ടാക്കിയാലും വേറെ ആര് അള്ളാഹുവിന് ഉപമകൾ പറഞ്ഞാലും നിങ്ങൾ അങ്ങനെയാകാൻ പാടില്ലല്ലോ. കാരണം നിങ്ങൾ ഈ കണ്ടത് മുഴുവനും കണ്ടിട്ടാണല്ലോ വന്നത്, ഇത് മുഴുവൻ അനുഭവിച്ചിട്ടാണല്ലോ വരുന്നത്. എന്നിട്ട് പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ആയിപ്പോകുന്നത് എന്ന് മൂസാ അലൈഹിസ്സലാം അവരോട് ചോദിച്ചത് വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുകയാണ്. ഇത് ആർക്കു വേണ്ടിയാണ്? തൗഹീദ് ഉൾക്കൊള്ളുന്ന പ്രവാചകന്മാരുടെ അനുയായികളാണ് എന്ന് പറയുന്ന, വേദഗ്രന്ഥത്തിന്റെ ഉടമകളാണ് എന്ന് പറയുന്ന ആളുകൾ അവർക്ക് വരുന്ന വ്യതിയാനത്തെ സൂക്ഷിക്കാനുള്ള നിർദ്ദേശമാണ് അല്ലാഹു നൽകുന്നത്. അതിന് ഒരു മുസ്ലിയാരും പ്രകോപിക്കേണ്ട കാര്യമില്ല, അതിനാരും പ്രയാസപ്പെടേണ്ട കാര്യമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തും ഇതുമായി എങ്ങനെ ബന്ധപ്പെടുന്നു? ഞാൻ ഈ വായിച്ച ആ തഫ്സീറിൽ അതിന്റെ ചുവട്ടിൽ തന്നെ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഇതിനോട് ചേർത്ത് പറയുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാനത് പറഞ്ഞിരുന്നു. എന്താ അത്? വറവൽ ഇമാമു അബൂ ജഅഫർ ഇബ്നു ജരീർ, മഹാനായ ഇബ്നു ജരീർ തബരി റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ തഫ്സീറ ഹാദിഹിൽ ആയ മിൻ ഹദീസ്, ഒരു ഹദീസ് ഇബ്നു ജരീർ തബരി റഹിമഹുല്ലാഹ് കൊണ്ടുവരുന്നുണ്ട്. ആ ഹദീസ് ഏതാണ്? മഹാനായ വാഖിദ് ബിൻ ലൈത്ത്, അബൂ വാഖിദ് ബിൻ ലൈത്തിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ആ റിപ്പോർട്ടിൽ ഉള്ളതെന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ സംഭവം. ആ സംഭവം എന്താ? നബിയും സ്വഹാബത്തും കൂടി പോകുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം ഖാതിമുൽ അംബിയ, അവസാനത്തെ പ്രവാചകൻ. ആ റസൂലുള്ളാഹിയോടൊപ്പം നബിയുടെ സ്വഹാബത്ത് പോകുന്നു. മിൻ മക്കത, മക്കയിൽ നിന്ന് ഇലാ ഹുനൈൻ, ഹുനൈനിലേക്കാണ് അവർ പോകുന്നത്. ആ സന്ദർഭത്തിൽ വകാന ലിൽ കുഫാർ സിദ്റത്തുൻ യഅകുഫൂന ഇൻദഹാ, കുഫാറുകളായ ആളുകൾ അവർക്കൊരു മരമുണ്ട്, ആ മരത്തിൽ അവരവിടെ ഇരിക്കും. വയുഅല്ലിഖൂന ഫീഹാ അസ്ലിഹതഹും, അവരുടെ ആയുധങ്ങളും മറ്റും യുദ്ധത്തിന് പോകുന്നതിനൊക്കെ മുമ്പ് അവർ ആ മരത്തിൽ ഇങ്ങനെ തൂക്കിയിടും. കാര്യം ആ മരത്തിൽ തൂക്കിയിട്ട ആ വാളുകൊണ്ട് യുദ്ധം ചെയ്താൽ അഭിവൃദ്ധി ഉണ്ടാകും, സമൃദ്ധി ഉണ്ടാകും എന്ന വിശ്വാസം അവർക്കുണ്ട്. ആ രൂപത്തിൽ അവർ ആ വാളുകൾ അതിൽ തൂക്കിയിടുമായിരുന്നു. അതിനവര് ഒരു പേര് വിട്ടു, അതിന്റെ പേരാണ് ദാത്തു അൻവാസി എന്ന്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഒരു വലിയ വൃക്ഷത്തിന്റെ അടുക്കൽ, ആ മരത്തിന്റെ അടുക്കൽ ഞങ്ങൾ എത്തി. ആ സന്ദർഭത്തിൽ ഞങ്ങൾ നബിയോട് ചോദിക്കുകയാണ്, ആര്? മുഹമ്മദ് നബിയുടെ കൂടെ വരുന്ന ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുന്ന ആളുകൾ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇജ്അൽ ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാതു അൻവാത്ത്, അവർക്ക് ഈ ദാതു അൻവാത്ത് ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ദാതു അൻവാത്തിനെ ഉണ്ടാക്കി തരുമോ? ആരാ ചോദിക്കുന്നത്? ഇസ്ലാമിന്റെ ഉള്ളിലുള്ള മുഹമ്മദ് നബിയെ വിശ്വസിച്ച പ്രവാചകന്റെ കൂടെ അണിനിരന്ന, അതിന്റെ പേരിൽ തല്ലും ഇടിയും ചവിട്ടും ലഭിക്കുന്ന ആളുകൾ നബിയോട് ചോദിച്ച ചോദ്യമാണ്. ആ സന്ദർഭത്തിൽ റസൂൽ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഖുൽതും വല്ലദീ നഫ്സി ബിയദിഹി കമാ ഖാല ഖൗമു മൂസാ അലി മൂസാ, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെ സത്യം, ഇത് മൂസാ നബി തന്റെ ജനതയോട് ചോദിച്ച ചോദ്യം പോലെയാണ്. എന്നിട്ട് ആയത്ത് ഓതിക്കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ ഓതി ആയത്ത് റസൂൽ ഓതിക്കൊടുക്കുകയാണ്, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ ഖാല ഇന്നകും ഖൗമുൻ തജ്ഹലൂൻ. ഇത് നബി സഹാബത്തിന് ഓതിക്കൊടുക്കുകയാണ്. ഈ സഹാബത്തിന് ഇത് ഓതിക്കൊടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധവൽക്കരിക്കുകയാണ്. അപ്പൊ മുസ്ലിയാർ പറയാണ്, അത് വിഗ്രഹാരാധകരായ ആളുകളാണ്, അവരെ കുറിച്ച് പറഞ്ഞതാണ്, നമുക്കത് ബാധകമല്ല. നമുക്കത് ബാധകമല്ലെങ്കിൽ നബി എന്തിനാണ് സഹാബത്തിന് അത് ഓതിക്കൊടുക്കുന്നത്? ഇനി മാത്രമല്ല, ഒന്നുകൂടി ശ്രദ്ധിക്കൂ. വീണ്ടും ആയത്തിന്റെ തഫ്സീർ, മറ്റൊരു റിപ്പോർട്ട് ഇമാം അഹ്മദ് റഹ്മഹുല്ലാഹ് അദ്ദേഹം കൊണ്ടുവന്ന ഒരു സംഭവം, ആ സംഭവത്തിന്റെ തന്നെ മറ്റൊരു രൂപത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് അവസാനിക്കുന്നത്? നമ്മളുമായി ബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണോ? ഇത് ഏതോ ആരാധകരായ ആളുകൾക്ക് മാത്രം ബാധകമാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമല്ല, നമ്മൾ മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങളെ മുസ്ലിക്കാക്കുന്ന പ്രശ്നമില്ല, അങ്ങനെയാണോ വിശദീകരിച്ചത്? ഒരിക്കലുമല്ല. നേരെ മറിച്ച് ഈ ആയത്ത്, അതുപോലെ തന്നെ ഈ സംഭവം തുടർന്നുകൊണ്ട് ഇമാം അഹ്മദിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട്
ആ ഉദ്ധരണി അവസാനിക്കുന്നിടത്ത് പറയുന്നത് മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹം ചോദിച്ചതുപോലെയുള്ള ഒരു ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നബിയോടൊപ്പമുള്ള ആളുകൾ നബിയോട് ചോദിച്ച വേളയിൽ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി പറഞ്ഞു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഹാദാ കമാ ഖാലത് ബനൂ ഇസ്രായീല ലിമൂസ അല്ലാഹു അക്ബർ എന്ന് മൂസ നബി തന്റെ അനുയായികളോട് ചോദിച്ചതുപോലെയാണല്ലോ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ ആ ചോദിക്കൊടുക്കുകയാണ്. അന്ന് ഈ മുസ്ലിയാരുണ്ടെങ്കിൽ പറയും നബി എല്ലാവരും മുശ്രിക്കാക്കുകയാണ്, കൂടെയുള്ള ആളുകളെയൊക്കെ മുശ്രിക്കാക്കുകയാണ്, ഇത്രയും പ്രയാസമൊക്കെ സഹിച്ച് വന്നിട്ട് ഞങ്ങളെയൊക്കെ മുശ്രിക്കാക്കി എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രശ്നം ഉണ്ടാക്കുമെന്നുണ്ടെങ്കിൽ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാത്രമല്ല അവസാനിക്കുന്നിടത്ത് പറയുന്നത് ഇന്നക്കും തർക്കഊന സനന മൻ ഖബലക്കും, നിങ്ങൾക്ക് മുമ്പുള്ള ജനതയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പുള്ള ആളുകൾ പിഴച്ച രൂപത്തിൽ നിങ്ങൾ സൈക്കിൾ ഓട്ടി അല്ലെങ്കിൽ വണ്ടി എടുത്തു പോവുകയാണോ, അങ്ങോട്ട് നിങ്ങൾ യാത്ര ചെയ്യുകയാണോ? ഇതിനൊക്കെ ചെയ്യുന്ന താക്കീതാണ്. കാര്യം മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് അവര് തങ്ങളിയത് ആനത്തുമ്പിക്കൈ താഴ്ത്തി മസ്തകം ചരിച്ചത് ഇതാ തികച്ചും വിചിത്രമായ മറ്റൊരു മഖബറ ചരിത്രം. ജാംഷഡ്പൂരിൽ നിന്നാണ് കറാമത്ത് കഥ ഇതിൽ വിരിയുന്നത്. പാസ്പോർട്ട് ബാബയാണ് ഇവിടെ വിശ്വാസികളെ ഹഠാതാകർഷിക്കുന്നത്. ഒരു കാലത്ത് സമൃദ്ധമായി ഇലവീശി പടർന്നു നിന്ന ചൂളമരം ഇപ്പോൾ ഉണങ്ങി ഇലകളറ്റ നിലയിലാണ്. ഹസ്രത്ത് മിസ്കീൻ ഷായുടെ ദർഗക്കടുത്താണ് ഈ ചൂളമരം. അത് നിറയെ നൂൽക്കമ്പിയിൽ കോർത്ത പാസ്പോർട്ട് കോപ്പികളാണ്. പാസ്പോർട്ടിന്റെ ഫോട്ടോസ്റ്റാറ്റൊരെണ്ണം ഈ ദർഗക്കരിയിലെ ഉണക്കമരത്തിൽ തൂക്കിയാൽ 1 മാസത്തിനകം വിസ ഉറപ്പ്. ഈ ദർഗയിൽ പാസ്പോർട്ട് കോപ്പി തൂക്കിയാൽ ഏതു രാജ്യത്തേക്കാണോ കടൽ കടക്കേണ്ടത് ആ യാത്ര ഉറപ്പ്. 2004 ആരംഭിച്ചതാണ് പാസ്പോർട്ടുകളുടെ കറാമത്ത്. മിസ്കീൻ ഷായുടെ ദർഗ നൂറ്റാണ്ടുകളായി അവിടെയുണ്ട്. പക്ഷേ വിസ പ്രതിഭാസത്തിന് ഇപ്പോൾ പ്രായം 6. അസ്ലം അൻസാരി എന്ന യുവാവ് പറയുന്നു, എന്റെ സുഹൃത്ത് നഈമുദ്ദീൻ ദുബായിലെത്തി വിസ ശരിയാവാതെ കഷ്ടപ്പെട്ടു. അവന് പാസ്പോർട്ട് ബാബയിലൊന്നും വിശ്വാസമുണ്ടായിരുന്നില്ല. ദുബൈയിൽ അധികൃതരുടെ കണ്ണുവെട്ടിച്ചായിരുന്നു ജീവിതം. ഒരു നാൾ ബോധമുദിച്ചു, തിരികെ പറന്നു, പാസ്പോർട്ട് കോപ്പി മരത്തിൽ തൂക്കി. ഒരാഴ്ച വിസ റെഡി. ആയിരങ്ങളാണ് ഈ ചൂളമരത്തിൽ പാസ്പോർട്ട് കോപ്പി തൂക്കി വിസ ശരിയാക്കിയത്. വിശ്വസിക്കാതെ എന്തു ചെയ്യും? എന്താണ് ഇതിന്റെ വ്യാഖ്യാനം? ഒരഭ്യസ്ത ഇതിന്റെ ദയനീയമായ ചോദ്യം. ഇത് പത്രത്തിൽ വന്ന വാർത്തയാണ്. ഇവിടെ ദാത്വൻവാത്ത്, അവിടെ മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ അവിടെ വാള് നോക്കി ബർക്കത്തെടുത്തിരുന്നു. അല്ലെങ്കിൽ അനുഗ്രഹം കിട്ടാൻ വേണ്ടി വാളുകൾ തൂക്കി അല്ലെങ്കിൽ ആയുധങ്ങൾ തൂക്കി ആ മരത്തിൽ നിന്ന് ബർക്കത്തെടുത്തിരുന്നു. അതിനുവേണ്ടി ഒരു മരം അവരെ സ്ഥാപിച്ച് അതിന് പിന്നാലെ കൂടിയിരുന്നു. ഇവിടെയോ? ഇവിടെ ഇപ്പൊ യുദ്ധമല്ലുള്ളത്. നേരെ മറിച്ച് വിദേശത്ത് പോകണം, യാത്ര ചെയ്യണം, അവരുടെ ജോലി തരപ്പെടണം. അതിനുവേണ്ടി ഒരു മരം ഉണ്ടാക്കുക, അതിൽ ഈ പറയുന്ന അവരുടെ പാസ്പോർട്ടുകൾ കൊണ്ടുപോയി തൂക്കിയിടുക. ഇത്തരത്തിലുള്ള ദുരാചാരങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ പേര് ഇടുന്നത് എന്താണ്? ബർക്കത്തെടുക്കുകയാണ് എന്നാണ്. ഏത് ദുരാചാരവും കൊണ്ടുവന്ന് തന്നെ ബർക്കത്തെടുക്കുക എന്ന് പേരിടുക. ഇപ്പൊ നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ സൂചിപ്പിച്ചു, ജാരിയാവാല കൊടുത്ത മുടി കൊണ്ടുവന്ന് അത് ഹസ്രജ് കൊടുത്തതാണ് എന്ന രൂപത്തിലാക്കി തീർത്തു വലിയ മഹാസമ്മേളനം നടത്തി. ആ മുടി വെച്ച് ചൂഷണം ചെയ്ത ആളുകൾ പറഞ്ഞ ന്യായം എന്തായിരുന്നു? ഇത് ബർക്കത്തെടുക്കുകയാണ്, ഇത് ബർക്കത്തെടുക്കാൻ വേണ്ടിയാണ്, വേണ്ടവർ വന്നാൽ മതി. ഇതിൽ ബുഖാരിയിൽ ഹദീസുണ്ട്, മുസ്ലിമിൽ ഹദീസുണ്ട്. എന്തെല്ലാം ദുർവ്യാഖ്യാനങ്ങളും കോലാഹലങ്ങളുമാണ് കേരളത്തിന്റെ മണ്ണിൽ നടന്നത്. അന്ന് ഈ സമസ്ത കേരളത്തിലൊട്ടാകെ ബഹളം വെച്ച് നടന്നു. എന്ത് ബർക്കത്തെടുക്കലല്ലേ, എന്ത് അംഗീകരിക്കാതെ പോയത്? അവ ബർക്കത്തെടുക്കുക എന്നൊരു പേര് പറഞ്ഞ് ന്യായം പറഞ്ഞ് സമൂഹത്തെ അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും കൊണ്ടുപോവുകയാണ്. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ബർക്കത്തെടുക്കേണ്ടത് എങ്ങനെ, അതിന്റെ ഇസ്ലാമിക മാനം എന്താണെന്നും വളരെ കൃത്യമായി അറിയുന്നവരാണ്, അത് പഠിപ്പിക്കുന്നവരാണ്, വിശദീകരിക്കുന്നവരാണ്. പക്ഷേ ഇവിടെ അടിസ്ഥാനപരമായി ബർക്കത്തെടുക്കേണ്ടത് എങ്ങനെ എന്നുള്ള വിവരം ഇല്ലാതെ പോവുകയും മറ്റു മാധ്യമങ്ങൾ തേടുകയുമാണ് പല ആളുകളും ചെയ്തത്. എന്നാൽ ബർക്കത്ത് കിട്ടാനുള്ള അടിസ്ഥാനപരമായ ഒരു സംഗതിയുണ്ട്, അത് ആർക്കും വേണ്ട. എന്താണ് ബർക്കത്തെടുക്കാനുള്ള അടിസ്ഥാനപരമായ സംഗതി? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
കാലശേഷവും ലോകാവസാനം വരെ ജീവിക്കുന്ന ആളുകൾക്ക് ബർക്കത്തെടുക്കുവാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ അവശേഷിപ്പിച്ചു പോയ തിരുശേഷിപ്പുകളുണ്ട്. അതേതെങ്കിലും മരമല്ല, മലയല്ല, നേരെ മറിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ അഫ്ആലുകൾ, അഖ്വാലുകൾ, അൽ-ഇഖ്തിദാഇ ബിൽ അഫ്ആലി വൽ അഖ്വാൽ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഖ്വാലുകളെ സ്വീകരിക്കുക, റസൂലുള്ളാഹിന്റെ ചര്യകളെ സ്വീകരിക്കുക, മുത്തുനബിയുടെ നടപടിക്രമങ്ങളെ സ്വീകരിക്കുക, അവിടുത്തെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കുക. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ അവശേഷിപ്പിച്ചു പോയ ഖുർആനും സുന്നത്തും സ്വീകരിച്ചുകൊണ്ട് ബർക്കത്തെടുക്കുക. ആ തബറുക്ക് അതിനാളില്ല. അങ്ങനെ തബറുക്ക് ചെയ്യാൻ, അങ്ങനെ ബർക്കത്തെടുക്കാൻ ആളില്ല. പിന്നെയോ പഴമെറിഞ്ഞിട്ട് ബർക്കത്ത്, ഇതിനെവിടെയാണ് മാതൃക ചോദിച്ചു. എന്താണ് മാതൃക? എന്താണ് തെളിവ്? ഇങ്ങനെ പഴമെറിഞ്ഞ് ബർക്കത്തെടുക്കുന്ന തെളിവ്, അല്ലെങ്കിൽ ഈ പറയുന്ന മരം ഉണ്ടാക്കി അവിടെ കൊണ്ടുപോയി വിസ തൂക്കിയിട്ട് ബർക്കത്തെടുക്കുന്ന തെളിവ് എവിടുന്നാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? അല്ലാഹുവിന്റെ മതത്തിൽ ഈ പുതുനിർമ്മിതികൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആരവകാശം വന്നു? ഇതാണ് ചോദ്യം. അതിനൊരു തെളിവില്ല, അതിന് തെളിവുമില്ല. അത് ഏത് ആള് ചെയ്താലും നമുക്ക് പ്രശ്നമല്ല. പിന്നെ മുസ്ലിയാർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രകോപനം അങ്ങനെയാണ്. പാണക്കാട്ട് തങ്ങന്മാരെ എന്തോ പറഞ്ഞു, ആക്ഷേപിച്ചു. ഇവിടെ തങ്ങളാണോ പെങ്ങളാണോ എന്ന നല്ല വിഷയം. തങ്ങളായാലും ഇനി അതിന്റെ പെങ്ങളായാലും ഇവിടുത്തെ വിഷയം അല്ലാഹുവിന്റെ ദീൻ അതാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ നടപടിക്രമമാണ്. പാണക്കാട് തങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി പരിപാടി നടത്തേണ്ട ആവശ്യം ഞങ്ങൾക്കുണ്ടോ? ഇല്ല. വേറെ ഏതെങ്കിലും തങ്ങളില്ലാത്ത ആളുകളെ ആക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ? അതുമില്ല. ഏതെങ്കിലും തങ്ങന്മാരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിത്വങ്ങളെയോ ഇകഴ്ത്താനോ അല്ലെങ്കിൽ അവരെ ആക്ഷേപിക്കാനോ അല്ല. പാണക്കാട്ട തങ്ങന്മാരെ ഒരുപാട് ആക്ഷേപിച്ചിട്ടുണ്ട്, അതിന്റെ തെളിവുകളുണ്ടെന്ന് ഞങ്ങളായിരുന്നില്ല. പാണക്കാട് ശിഹാബ് തങ്ങളെ അടക്കം 100 അടി കിട്ടേണ്ട രൂപത്തിൽ ആക്ഷേപിച്ച ആളുകൾ. സുന്നി വേദി ആ പത്രത്തിലാണ് കള്ളനബിയാണ് പാണക്കാടൻ എന്ന രൂപത്തിൽ എഴുതിയത്. സെൻസിംഗിലാണ് തലപിളർത്തി ഫോട്ടോ കൊടുത്തത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ആക്ഷേപങ്ങൾ നടത്തിയത്. രാഷ്ട്രീയത്തിന്റെ പേരിൽ, ഗ്രൂപ്പിസത്തിന്റെ പേരിൽ പാണക്കാട് തങ്ങന്മാരെ കുറിച്ച് ആക്ഷേപങ്ങൾ ഉന്നയിച്ച ആളുകൾ, അതിന്റെ തെളിവുകളും പ്രൂഫുകളും ഒക്കെ ഉണ്ട്. പക്ഷെ അത് പറഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ ആ തെളിവുകൾ കാണിക്കാൻ വേണ്ടി മാത്രമുണ്ട്. നിർബന്ധിച്ചാൽ അപ്പോഴാവാം. അതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും തങ്ങന്മാരുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെയോ വിഷയമല്ല. നേരെ മറിച്ച് അല്ലാഹുവിന്റെ ദീനിനെതിരായ ഒരു സംഗതി കാണുമ്പോൾ, ഒരു ദുരാചാരം സമൂഹത്തിൽ നടമാടുന്നത് കാണുമ്പോൾ അത് സമൂഹത്തിൽ നിന്ന് വിഭാടനം ചെയ്യാൻ ശ്രമിക്കേണ്ടത് മുസ്ലിം ഉമ്മത്തിന്റെ ബാധ്യതയാണ്. ആ നിലക്കാണ് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ പാണക്കാട് തങ്ങൾ അങ്ങനെയുള്ള പ്രകോപനങ്ങൾ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ആ രൂപത്തിൽ പ്രകോപിപ്പിച്ചാൽ പ്രകോപിക്കുന്നവരുമല്ല മുജാഹിദുകൾ, അങ്ങനെ ഭയപ്പെടുന്നവരുമല്ല മുജാഹിദുകൾ എന്ന് അടിവരയിട്ടുകൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ പറഞ്ഞ സംഗതി എന്താണ്? കഴിഞ്ഞ പ്രാവശ്യം വിശദീകരിച്ച ഒരു കഥ. എന്ത് കഥ? മിസ്റിലെ കഥ, ഈജിപ്തിലെ കഥ. ആ മിസ്റിലെ കഥ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ പ്രാവശ്യം ആ സംഭവം എന്താണ് എന്ന് വിശദമായി വായിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഇബ്നു കസീർ തന്റെ അൽ ബിദായത്ത് വൻ നിഹായയിലടക്കം പല ആളുകളും അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അത് തുടങ്ങുന്നത് തന്നെ ഇബ്നു കസീർ ഖിസ്സത്തു നൈൽ മിസ്ർ, മിസ്റിലെ നൈലിന്റെ കഥ എന്ന് പറഞ്ഞ ഭാഗത്താണ് അത് കൊടുക്കുന്നത്. അത് പറഞ്ഞത് തന്നെ എങ്ങനെയാണ്? റുബീന മിൻ തരീഖ ഇബ്നി ലഹിയ عن قيس بن الحجاج عمن حدثه قال لما افتتحت مصر أتى أهلها عمرو بن العاص حين دخل مؤن من أشهر العجم എന്ന് പറഞ്ഞുകൊണ്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാനത് പറഞ്ഞിരുന്നു. റുബീന മിൻ തരീഖ ഇബ്നി ലഹിയ. ഈ മറുപടി പറയാൻ വരുന്ന ആളുകൾ അവർക്ക് ചരിത്രബോധമുള്ളവരാണെങ്കിൽ, ഉസൂലിയായ ബോധമുള്ളവരാണെങ്കിൽ പ്രാമാണികമായി അതിനല്ലേ മറുപടി പറയേണ്ടത്. അല്ലാതെ പാണക്കാട് തങ്ങളെ ചീത്ത പറയുന്നു, ഇതാ ഞങ്ങളെ മുശ്രിക്കാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ ബാലിശമായി കിളിക്കഥകൾ പറഞ്ഞുകൊണ്ടാണോ മറുപടി പറയേണ്ടത്? എന്താണ് സുഹൃത്തുക്കളെ പറഞ്ഞത്? റുബീന മിൻ തരീഖ് ഇബ്നു ലഹിയ. ഇബ്നു ലഹിയയുടെ തരീഖിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അല്ലേ? അതിൽ പറയുന്ന കഥ, ആ കഥയിലുള്ളത് എന്താണ്? നേരത്തെ പറഞ്ഞു, വിശദീകരിച്ചു. ആ മിസ്റിൽ നടന്ന ഒരു ജാഹിലിയത്ത്, അവിടെ പഴമല്ല എറിഞ്ഞത്, ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി നെയിലിൽ എറിയുകയാണ്. ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി നെയിലിൽ എറിയുകയാണ്. അത് ഈ പ്രാവശ്യം ഇക്കൊല്ലവും ഞങ്ങൾക്ക് നടത്തണം. ഇസ്ലാം ഇവിടെ കടന്നു വന്നു,
മിസ്റിന്റെ അധികാരം ഇസ്ലാമിക സമൂഹത്തിന്റെ കയ്യിലായി. അങ്ങനെ ഇസ്ലാമിക സമൂഹത്തിന്റെ കയ്യിൽ അധികാരമിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് പോലെ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി നൈലിന്റെ വർക്കത്തിന് വേണ്ടി, മിസ്റിന്റെ വർക്കത്തിന് വേണ്ടി പുഴയിലിടാൻ ഞങ്ങൾക്ക് അവസരമൊരുക്കണമെന്ന് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ എന്താണ് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? ഇന്ന ഹാദാ മിമ്മാ ലാ യകൂനു ഫിൽ ഇസ്ലാം ഇന്നൽ ഇസ്ലാമ യഹ്ദിമു മാ ഖബലഹു. ആ ദുർബലമായ റിപ്പോർട്ടിലുള്ളത് അതാണ്. ഈ ഇബ്നു ലഹിയയിൽ നിന്ന് വന്ന റിപ്പോർട്ടിലുള്ളത് പോലും അതാണ്. ഈ അനിസ്ലാമികമായ സംഗതി നടപ്പാക്കാൻ പറ്റില്ല. ഇസ്ലാം കടന്നു വരുന്നതിന് മുമ്പ് പലതുണ്ടാകും, പക്ഷെ ഇനി അത് പറ്റൂല എന്ന് ഇത് മനസ്സിലാക്കണം. എന്നിട്ടും അവരവിടെ നിന്നു. ഫഅഖാമു ബുഇനത വഅബീബ വമിസ്ര. 3 മാസങ്ങൾ, അവരുടെ ജാഹിലിയ്യത്തിന്റെ 3 മാസങ്ങൾ, ബുഇന മാസത്തിലും അബീബ് മാസത്തിലും മിസ്ര മാസത്തിലും അവരവിടെ തന്നെ താമസിച്ചു. ആര്? ഈ ആളുകൾ, ഈ വാദമുന്നയിച്ച ഞങ്ങൾക്കൊരു പെൺകുട്ടിയെ ഈ പുഴയിലിറങ്ങിയിട്ട് ബർക്കത്ത് വേണം, അഭിവൃദ്ധി വേണമെന്ന് പറഞ്ഞ ആളുകൾ ആ 3 മാസം കൂടെ താമസിച്ചു. പക്ഷെ വന്നയിലുല യജിരി ഖലീലൻ വലാ കതീറൻ. നൈലിലെ വെള്ളം കൂടിയില്ല, കുറഞ്ഞില്ല, അതങ്ങനെ തന്നെ ഒഴുകി. എന്നാലൊരു പേടിച്ചു, ഇനിയിപ്പോ വെള്ളം കാണാൻ പറ്റിപ്പോയി, നമുക്കെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ ഈ ആചാരം നടത്താത്തതിന്റെ പേരിൽ. അങ്ങനെ അവർ പോകാൻ ഉദ്ദേശിച്ചപ്പോഴാണ് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഒരു കത്ത് കൊടുത്തു വിട്ടത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? ഇന്നക ഖദ് അസബത ബില്ലദി ഫഅൽത. അംർ ഇബ്നു ആസ് അങ്ങ് ചെയ്തതാണ് ശരി, അത് തന്നെയാണ് വേണ്ടത്. എങ്കിലും ഞാനൊരു കത്ത് കൊടുത്തു വിടുന്നു. അത് ഒരു കാർഡ് അല്ലെങ്കിൽ ഒരു കുറിപ്പ് ഞാൻ വെക്കുന്നുണ്ട്. അത് നൈലിലേക്കിട്. അങ്ങനെ ആ കത്ത് വന്നപ്പോൾ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു അത് പൊട്ടിച്ചു നോക്കി, എന്താണ് അതിൽ എഴുതിയിട്ടുള്ളത് എന്ന്. അപ്പൊ അതിൽ എഴുതിയിരിക്കുന്നത് അമീറുൽ മുഅ്മിനീൻ ഉമർ മിസ്റിലെ നൈലിലേക്ക് എഴുതുന്നത് എന്ത്? ഫഇൻ കുന്ത ഇന്നക തജ്രി മിൻ ഖിബലിക് വമിൻ അംരിക്. നീ നിന്റെ ഇഷ്ടത്തിൽ ഒഴുകുകയാണെങ്കിൽ ഫലാ തജ്രി, ഇനി ഒഴുകണ്ട, ഇനി നീ ഒഴുകണ്ട. പല ഹാജത്തലാഫീക്ക, നിന്നെക്കൊണ്ട് ഞങ്ങൾക്കൊരു ആവശ്യമില്ല. എന്നുവെച്ചാൽ ഈ ദുരാചാരം ചെയ്തിട്ടേ ഒഴുകുള്ളൂ. അങ്ങനെ നീ നിന്റെ ഇഷ്ടത്തിനാണ് ഒഴുകുന്നതെങ്കിൽ നീ ഒഴുകണ്ട. വഇൻ കുന്ത ഇന്നമാ തജ്രി ബി അംരില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഏകനായ ഖഹാറായ അല്ലാഹു അവന്റെ കൽപ്പനപ്രകാരമാണ് നീ ഒഴുകുന്നത് എങ്കിൽ വഹുവല്ലദീ യുജ്രിക, അല്ലാഹു നിന്നെ ഒഴുക്കിക്കൊള്ളും. ഫനസ്അലുല്ലാഹ തആല അയ്യുജ്രിക, നിന്നെ ഒഴുക്കാൻ അല്ലാഹുവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് ഉമർ റളിയല്ലാഹു അൻഹു നൈലിനോട് സംസാരിച്ചതാണോ? ഇത് ദുർബലമായ കഥ സ്വീകരിച്ചാൽ അങ്ങനെ ഇത് മനസ്സിലാക്കണത് നൈലിനോട് സംസാരിച്ചതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പഠിച്ചതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദിനോട് സംസാരിച്ചിട്ടുണ്ട്. യാ ഹജർ ഇന്നി അഅലമു അന്നക ഹജർ, കല്ലേ നീ ഒരു കല്ല് മാത്രമാണ് എന്ന് എനിക്കറിയാം. നിന്നെ ഞാൻ ചുംബിക്കുന്നത് മുത്തുനബി എന്നെ ചുംബിച്ചത് കൊണ്ട് മാത്രമാണ്. മുഹമ്മദ് നബി നിന്നെ ചുംബിച്ചില്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ ചുംബിക്കുമായിരുന്നില്ല. ഇത് ഉമർ റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദിനെ നോക്കിയിട്ട് നടത്തിയൊരു പ്രസംഗമാണ്. ഇമാം തുമിരി അതിന് നൽകിയ വ്യാഖ്യാനം നിങ്ങൾ വായിച്ചു നോക്കൂ. ഇത് കല്ലിനോട് വാങ്ങു പറഞ്ഞതാണോ? അല്ല. അവിടെ കൂടിയ ആളുകൾ അവര് മനസ്സിലാക്കാനാണ്, അവര് കേൾക്കാനാണ്, അവരോട് പറയല്ല. അതിന് പകരം കല്ലിനോട് പറയുകയാണ്. ഈ ഉമർ റളിയല്ലാഹു അൻഹു സംസാരിക്കുന്നുവെങ്കിൽ ആ സംസാരിക്കുന്ന അതിന് ഒരുപാട് അർത്ഥങ്ങൾ വേറുണ്ട്. പക്ഷെ ഈ സംഭവമാകട്ടെ, ഉമർ റളിയല്ലാഹു അൻഹു ഈ രൂപത്തിൽ കൊടുത്തുവിട്ട കത്ത്, ആ കത്തിന്റെ കഥ പറയുന്ന ഈ സംഭവമാകട്ടെ, അത് സ്വീകാര്യമല്ല, അത് ദുർബലമായ റിപ്പോർട്ടാണ്. ഒരു കാര്യം സ്വീകരിക്കുമ്പോ നേരത്തെ പറഞ്ഞു, ഉദാഹരണ സഹിതം പറഞ്ഞു തന്നു, വ്യാജമായത് ഇസ്ലാമിന്റെ പേരിൽ കൊണ്ടുവന്ന തെളിവുള്ളതാണെങ്കിൽ എന്തും നമുക്ക് സ്വീകരിക്കാം, പ്രമാണമുണ്ടെങ്കിൽ സ്വീകരിക്കാം. പക്ഷേ ഇത് സ്വീകാര്യമുള്ളതല്ലല്ലോ. ഇനി മാത്രമല്ല, ഈ പറഞ്ഞ ദുർബലമായ റിപ്പോർട്ടിൽ പറഞ്ഞ സംഗതികളും പഴയങ്ങാടി കടപ്പുറത്തെ പടവും തമ്മിൽ എന്ത് ബന്ധം? അതും ചോദിച്ചു. കാരണം വെച്ചാൽ ഇങ്ങനെ ആ കത്ത് ഇട്ടതിനു ശേഷം ഈ ദുർബലമായ അസ്വീകാര്യമായ റിപ്പോർട്ടടക്കം പറയുന്നത് പിന്നെ പിന്നെ ഇന്നുവരെ ആ നദിയിലെ വെള്ളം കുറഞ്ഞിട്ടില്ല, ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ല, അങ്ങനെ തന്നെ ഒഴുകുന്നു എന്നാണ് ഈ ദുർബല റിപ്പോർട്ടിലുള്ളത്. അസ്വീകാര്യമാണ്, എങ്കിലും അതിലുള്ളതാണ്. പക്ഷെ ഇവിടെ ഒരു കൊല്ലം പഴം കഴിഞ്ഞു, കുറച്ച് കഴിയുമ്പോൾ സമുദ്രത്തിന് താഴേക്കാ പോണേ, പിന്നെയും പഴം കഴിഞ്ഞു,
പിന്നെയും താഴോട്ടാ പോണം. ഈ പഴം എറിയുന്നതിന് വർക്കത്തുണ്ട്. അതിന് പഴം ഇങ്ങനെ എറിയുന്നത് കൂടുന്നതല്ലാതെ സമൃദ്ധി ആ സമൃദ്ധിയുടെ കാര്യത്തിൽ കൊല്ലം കൊല്ലം ആവർത്തിക്കേണ്ടി വരുന്നു. അപ്പൊ ഒരു വട്ടം പറഞ്ഞാൽ കുഴപ്പമില്ല എന്നൊക്കെയാണ് മുസ്ലിം ചോദിക്കുന്നത്. ഇതിനകത്തുനിന്ന് ഇസ്തിംബാത്ത് നടത്തുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ തരം മുജ്തഹിദുകളാണ് മുസ്ലിം സമുദായത്തെ നയിക്കുന്നതെങ്കിൽ അവരുടെ അവസ്ഥയെ മനസ്സിലാക്കൂ. ഒരു ദുർബലമായ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ പറഞ്ഞ സംഗതികൾ പോലും നിങ്ങൾ പറയുന്ന കാര്യവുമായി ബന്ധമില്ല എന്ന് പറയുമ്പോൾ മൂപ്പര് അതിൽ നിന്ന് ഇസ്തിംബാത്ത് നടത്തുന്നുവെങ്കിൽ, ഇത്തരം ആളുകളാണ് ഈ സമൂഹത്തെ നയിക്കുന്നതെങ്കിൽ ഈ സമൂഹത്തിന്റെ ഗതി ഉണ്ടാകും. ഇത് നിങ്ങൾ നോക്കൂ. അദ്ദേഹം സമർത്ഥിക്കുന്ന, മറുപടി പറയാൻ ശ്രമിക്കുന്ന, ആരോ എഴുതിക്കൊടുത്ത കുറിപ്പുകൾ കൊണ്ട് വായിക്കുന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന ഒരുപാട് കിതാബുകളിൽ കാണുന്നുവല്ലോ, ദുർബലമാണ്, ഇത് അസ്വീകാര്യമാണ്, ഇബ്നു ലഹിയ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇതിലുണ്ട്, അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകൾ അസ്വീകാര്യമാണ്, ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇബ്നു കസീർ ഉദ്ധരിക്കുന്നുണ്ട്, ഇബ്നു ജൗസി ഉദ്ധരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വേറെ ഒരുപാട് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. കിതാബിനുണ്ട്. എത്ര കിതാബിനുണ്ടായിട്ടുണ്ടാകാൻ? ദുർബലമായ ഒരു സംഗതി 10,000 കിതാബിൽ എഴുതി വെച്ചെന്ന് വിചാരിക്കുക. അവിടെ എന്താ പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. നിങ്ങൾ മനസ്സിലാക്കുന്ന ഇസ്ലാമികമായ വിഷയങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളാണ് എങ്കിൽ ഇത്രയും വിശദീകരിക്കാതെ സൂചന കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ പ്രാവശ്യം അതാണ് പറഞ്ഞത്, സൂചന കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഈ ആളുകൾ ഇവിടെ മറുപടി പറയാൻ വരുന്നു എന്ന വ്യാജേന കടന്നു വന്നിട്ട് പറയാണ്, ഇത് ഒരുപാട് കിതാബുകളിൽ കണ്ടിട്ടുണ്ടല്ലോ, വലിയ മഹാന്മാർ ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ. വലിയ മഹാന്മാർ ഉദ്ധരിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ദുർബലമായ റിപ്പോർട്ട്. അത് പഠിക്കാൻ മനസ്സിലാക്കാൻ സംഭവം പറഞ്ഞു തരാം. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ ശറഹ് മുഹദ്ദബിൽ, ആ ശറഹ് മുഹദ്ദബിൽ ഒരു അധ്യായം കൊടുക്കുന്നുണ്ട്. ഫസ്ലുൻ ഫീ മസാഇലി തതഅല്ലഖു ബിബാബി സ്വലാത്തി തതവ്വുഅ, സുന്നത്ത് നിസ്കാരങ്ങളെ സംബന്ധിച്ച് പറയുന്ന, അതുമായി ബന്ധപ്പെട്ട മസ്അലകൾ പറയുന്ന അധ്യായം ശറഹ് മുഹദ്ദബ്. അതിൽ ഒന്ന് അത്താനിയ 2, അത്താലിത്ത 3, അറാബിയ 4, ഖാമിസ 5, ഓരോ നിസ്കാരത്തെ പറ്റി പറയുകയാണ്, ഇസ്തിഖാറത്തിനെ പറ്റി. അതുപോലെ തന്നെ മറ്റു സുന്നത്ത് നിസ്കാരങ്ങളെ സംബന്ധിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ആശുറ 10ാമത്തെ സുന്നത്ത് നിസ്കാരം അസ്സലാത്തുൽ മഅറൂഫ ബിസ്സലാത്തുർ റഗായിബി. അസ്സലാത്തുൽ മഅറൂഫ് അറിയപ്പെട്ട ഒരു നിസ്കാരമാണ്. ആ നിസ്കാരത്തിന്റെ പേര് സലാത്തുർ റഗായിബ് എന്നാണ്. ആ സലാത്തുർ റഗായിബ് എന്ന നിസ്കാരം ഏതാണ്? വഹിയത്തിൻ്റെ 10 റക്അ, അത് 12 റക്അത്താണ്. തുസല്ലി ബൈനൽ മഗ്രിബി വൽ ഇശാഇ, ഇശാഇന്റെയും മഗ്രിബിന്റെയും ഇടയിൽ നിസ്കരിക്കുന്ന നിസ്കാരമാണ്. എപ്പോൾ? ലൈലത്തുൽ അവ്വൽ ജുമുഅത്തിൻ ഫീ റജബ്, റജബ് മാസം ആദ്യത്തെ ജുമുഅയുടെ രാത്രിയിൽ ഇശാഇന്റെയും മഗ്രിബിന്റെയും ഇടയിൽ നിസ്കരിക്കുന്ന 12 റക്അത്ത് നിസ്കാരമാണ് ഈ സലാത്തുർ റഗായിബ്. അതോടൊപ്പം തന്നെ വസലാത്തു, വേറെ നിസ്കാരമുണ്ട്, ലൈലത്തുൽ നിസ്ഫി ശഅബാൻ 100 റക്അ, 100 റക്അത്ത്, അഥവാ ശഅബാൻ, ആ ശഅബാൻ 15-ന്, ആ 15ന്റെ രാത്രിയിൽ നിസ്കരിക്കുന്ന 100 റക്അത്ത് നിസ്കാരം. ഇത് പറഞ്ഞിട്ട് പറയാണ് വഹാത്താനി സ്വലാത്താനി, ഈ 2 റജബ്, ആ റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രിയിൽ നിസ്കരിക്കുന്ന 12 റക്അത്ത് നിസ്കാരവും, മാത്രമല്ല ഈ ശഅബാൻ 15-ന് നിസ്കരിക്കുന്ന 100 റക്അത്തുള്ള ആ നിസ്കാരവും, വഹാത്താനി സ്വലാത്താനി, ഈ 2 നിസ്കാരവും ബിദ്അത്താനി, അത് രണ്ടും ബിദ്അത്താണ്. ആ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മുൻകറാനി, ഏറ്റവും വെറുക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ കബീഹാൻ, ഏറ്റവും കബീഹത്തായ 2 നിസ്കാരമാണ്. ബിദ്അത്താനി മുൻകറാനി, കബീഹത്താനി, മുൻകറായ കബീഹായ 2 റക്അത്ത് നിസ്കാരം. ഈ നിസ്കാരം ബിദ്അത്താണ് എന്ന് പറഞ്ഞതിന് ശേഷം ഇമാം നബവി പറയുന്നത് വലാ യഗ്തറു ബിദിക്രിഹിമാ ഫീ കിതാബി ഖൂത്തിൽ ഖുലൂബ് വ ഇഹ്യാഇ ഉലൂമിദ്ദീൻ. ഈ നിസ്കാരം ഉണ്ടല്ലോ, ഈ ബിദ്അത്തായ, മുൻകറത്തായ, കബീഹത്തായ ആ 2 നിസ്കാരം, ആ നിസ്കാരത്തിന്റെ പോരിശ പറയുന്നുണ്ട്. എവിടെ? ഖൂത്തുൽ ഖുലൂബ് എന്ന കിതാബില്. ഇഹ്യാ ഉലൂമുദ്ദീൻ ഇമാം ഗസാലിയുടെ കിതാബാണ്. ഈ കിതാബുകളിൽ ഇതിനെ സംബന്ധിച്ച് അതിന്റെ പോരിശ പറയുന്നുണ്ട്. അത് കണ്ട് ആരും വഞ്ചിതരാവരുത്. മാത്രമല്ല ഹദീസ് അടക്കം ഉദ്ധരിക്കുന്നുണ്ട്. വലാ ബിൽ ഹദീസിൽ മദ്കൂർ ഫീഹിമാ, ഇതിന്റെ പോരിശ പറയുന്ന ഹദീസുകൾ ഇഹ്യാ ഉലൂമുദ്ദീനിലും ഖൂത്തുൽ ഖുലൂബിലും ഉദ്ധരിക്കുന്നുണ്ട്. ഈ ഖൂത്തുൽ ഖുലൂബിലും ഇഹ്യാ ഉലൂമുദ്ദീനിലും ഈ സംഭവം അല്ലെങ്കിൽ ഈ നിസ്കാരത്തെ പറ്റി പറയുന്നത് കണ്ട് അവർ വലിയ മഹാത്മാക്കളല്ലേ. ഇമാം ഗസാലി ബിദ്അത്ത് പറയുന്നു. അബൂ താഹിർ മക്കിയാണ് എന്നാണ് എന്റെ ഓർമ്മ, ഖൂത്തുൽ ഖുലൂബ് എഴുതിയത്. അദ്ദേഹം ബിദ്അത്ത് പറയുന്നു. അവർ ഹദീസ് പണ്ഡിതന്മാരല്ലേ,
അത് കിതാബിലല്ലേ ഉള്ളത്, ഇതല്ലാത്ത കിതാബിലും ഉണ്ടല്ലോ. അപ്പൊ ആ കിതാബിലൊക്കെ കാണുന്നുണ്ടല്ലോ, പിന്നെ നമ്മളതിനെ എതിർക്കാൻ പാടുണ്ടോ? അപ്പൊ ഇൽമുള്ള ആളുകൾ ചോദിക്കുന്ന ചോദ്യം ഇത്. അതുവല്ല സാധാരണക്കാരൻ ആണന്മാര് അവരാണ് ചോദിക്കുക, അത്രയും കിതാബിലുണ്ടല്ലോ, ഇത്ര കിതാബിലുണ്ടല്ലോ. അതൊന്നും ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അസ്ലിയായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളാണെങ്കിൽ ആ ചോദ്യം ഉന്നയിക്കൂല. അപ്പൊ ജഹാലത്താണ് ആ ചോദ്യം. ഒരുപാട് കിതാബിൽ കണ്ടതെന്താ അത് നോക്ക്. ആ റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ റാവി ആ റിപ്പോർട്ട് ചെയ്യുന്ന ആള് അസ്വീകാര്യനാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞല്ലോ, ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുണ്ട് സനദിന്. അൽ ഇസ്നാദു മിനദ്ദീൻ വലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാഅ. സനദില്ലാതെ വന്നാൽ ആർക്കും എന്നും പറയാം, പഴമെറിയാം, വിസവൃക്ഷമുണ്ടാക്കാം, അതുപോലെ തന്നെ മുടി കച്ചവടം ചെയ്യാം, എന്ത് ദുർബലമായ കാര്യങ്ങളും ഇസ്ലാമിന്റെ പേരിൽ കൊണ്ടുവരാം. അതുകൊണ്ട് സനദ് ദീനിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ദീൻ പരിഗണിക്കുന്ന ആളുകൾ അത് നോക്കും, അത് പരിശോധിക്കും. ആ സനദും മത്തിനും ക്ലിയർ ആണെങ്കിൽ അത് സ്വീകരിക്കും, ഇല്ലെങ്കിൽ തള്ളിക്കളയും. അത് ഏത് കിതാബിലുള്ളതാണെങ്കിലും ശരി, ഏത് കിതാബിലുള്ളതാണെങ്കിലും ശരി. അതിനല്ലേ മുഹദ്ദിസുകളുടെ ഹദീസുകളെ നാഖിദുകളായ ആളുകൾ നിരൂപണം നടത്തുന്നത്. എന്നാൽ ഇവിടുത്തെ സംഭവം അത് തൊടാൻ പറ്റുമോ? ഇബ്നു ലഹിയ എന്ന് പറയുന്ന മനുഷ്യൻ, ചില ആളുകൾ ചോദിച്ചു എന്താണ്, എങ്ങനെയാ വായിക്കേണ്ടത്, അദ്ദേഹത്തിന്റെ പേരെങ്ങനെയാണ് വായിക്കേണ്ടത്? കാരണം ചില ആളുകൾ ഇബ്നു ലുഹയ്യ എന്ന് വായിക്കുന്നുണ്ട്, ഇബ്നു ലഹിയ എന്ന് വായിക്കുന്നുണ്ട്. എന്താണ് അത് വായിക്കേണ്ടത് എന്ന് ചില ആളുകൾ ചോദിച്ചു. തഖ്രീബ് തഹ്ദീബിൽ അത് നമുക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് 3563 ആളായിക്കൊണ്ട് തഖ്രീബ് തഹ്ദീബിൽ ഇബ്നു ഹജർ അസ്ഖലാനി വിശദീകരിക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ലഹിയ എന്നാണ്. ബിഫത്ഹിൽ ലാമി വകസ്രിൽ ഹാഇ. അതായത് ലഹിയയുടെ ലാമിന് ഫത്ഹ് ചെയ്തുകൊണ്ട് ലാ എന്ന്, വകസ്രിൽ ഹാഇ ഹാഇന് കിസ്ർ ചെയ്തുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ലഹിയ എന്നാണ് വായിക്കേണ്ടത്. ചില ആളുകൾ എന്താണ് വായിക്കേണ്ടത്, അതാണ് ഇബ്നു ലഹിയ എന്നാണോ ഇബ്നു ലുഹയ്യ എന്നാണോ വായിക്കേണ്ടത്? രണ്ടു തരത്തിലും പറയുന്നുവല്ലോ. ഒന്ന് ചില ആളുകൾ ചോദിച്ചതുകൊണ്ടാണ് അത് പറഞ്ഞത്. അബ്ദുല്ലാഹി ഇബ്നു ലഹിയ എന്നാണ് ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹത്തെ കുറിച്ച് വബത്ത് ചെയ്തിട്ടുള്ളത്. ആ ഇബ്നു ലഹിയ എന്ന് പറയുന്ന വ്യക്തി, ഇബ്നു ലഹിയ ഇബ്നു ഉഖബ അൽ ഹദ്റമി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിൽ നിന്നാണല്ലോ റുബീന അൻ ഇബ്നു ലഹിയ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അൽ ബിദായത്ത് വൻ നിഹായയിൽ മഹാനായ ഇബ്നു എന്ന് പറയുന്നത്. ഈ പറയുന്ന ഇബ്നു ലഹിയയെ സംബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു അദ്ദേഹം ദുർബലനാണ്. അതിന് മറുപടി ഇതിന് പാണക്കാട് തന്നെ ചീത്ത പറയുകയാണ്, ആക്ഷേപിക്കുകയാണ്. ഇത് പടവറിയെന്ന് ഞങ്ങൾ ബർക്കത്തെടുക്കാണ്, എന്തൊക്കെയാണ് പറയുന്നത്? ഈ നൈലിന്റെ സംഭവം കൊണ്ടുവന്നല്ലോ, അത് സ്വീകാര്യമാണോ അല്ലേ? അതിന്റെ റാവികൾ സ്വീകാര്യരാണോ അല്ലേ? എന്താണ് പൂർവ്വസൂരികൾ അവരെ സംബന്ധിച്ച് പറഞ്ഞത്? നീ ഓരോന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ ഇബ്നു ലഹിയയെ സംബന്ധിച്ച് ഇമാം തുർമുദി പറഞ്ഞു. ഇമാം തുർമുദി അറിയാമല്ലോ, സുനൻ എഴുതിയ, ആ സുനൻ ലോകത്തിന് സമ്മാനിച്ച ഇമാം തുർമുദി. അദ്ദേഹം പറഞ്ഞു, ഇബ്നു ലഹിയ ളഈഫുൻ ഇൻദ അഹ്ലിൽ ഹദീസ് ലഅഫഹു യഹ്യ ഇബ്നു സഈദ് അൽ ഖത്വാൻ വഗൈറുഹു മിൻ ഖബലി ഹിഫ്ദിഹി. നോക്കൂ, ഇമാം തുർമുദി പറയാണ് ഇബ്നു ലഹിയ ളഈഫാണ്. അഹ്ലുൽ ഹദീസിന്റെ അടുക്കൽ യഹ്യ ഇബ്നു സഈദ് അൽ ഖത്താനും വഗൈറുഹു അദ്ദേഹമല്ലാത്ത മറ്റു ആളുകളും ഇദ്ദേഹത്തെ ദുർബലനാക്കി. മിൻ ഖബലി ഹിഫ്ദിഹി, അദ്ദേഹത്തിന്റെ ഹിഫ്ദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. ഇത് നോക്ക്, യഹ്യ ഇബ്നു മഈൻ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വായിച്ചു. എന്താ പറഞ്ഞത്? മുആവിയത്ത് ഇബ്നു സാലിഹ് പറയാണ്, സമിഅതു യഹ്യ ഇബ്നു മഈൻ യഖൂൽ, യഹ്യ ഇബ്നു മഈൻ പറയുന്നത് കേട്ടു, ഞാൻ കേട്ടിട്ടുണ്ട് എന്ന്. അബ്ദുല്ലാഹി ഇബ്നു ലഹിയ അൽ ഹദ്റമി ളഈഫുൻ, ഉഖൈലിയുടെ ദുഅഫായിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഇബ്നു ലഹിയ അൽ ഹദ്റമി എന്ന് പറയുന്ന ആള് ളഈഫാണ്. മാത്രമല്ല യഹ്യ ഇബ്നു മഈനിൽ നിന്ന് ഉസ്മാൻ ഇബ്നു സഈദും ഇതേ സംഗതി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചോദിച്ചു നോക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഇബ്നു ലഹിയയുടെ റിപ്പോർട്ടുകൾ എന്ന് ഉസ്മാൻ ഇബ്നു സഈദ് യഹ്യ ഇബ്നു മഈനോട് ചോദിച്ചു. അപ്പോൾ മഹാനായ യഹ്യ ഇബ്നു മഈൻ പറഞ്ഞു, ഇബ്നു ലഹിയ ളഈഫുൻ, അദ്ദേഹം ദുർബലനാണ്. മാത്രമല്ല പിന്നെ വീണ്ടും ചോദിച്ചു. അദ്ദേഹം പറയാണ്, ഞാൻ പിന്നെയും ചോദിച്ചു, രണ്ടാമത് സമയത്തു യലിയ മറത്തൻ ഉഖ്റ, മറ്റൊരിക്കൽ വീണ്ടും ഞാൻ ചോദിച്ചപ്പോഴും അപ്പോഴും അദ്ദേഹം പറഞ്ഞു, ഈ ഇബ്നുൽ ലഹിയയുടെ റിപ്പോർട്ട് മുഴുവനും ചില
ചിലതല്ല, മുഴുവനും ദുർബലമാണ് എന്ന് പറഞ്ഞു. അപ്പൊ യഹ്യ ബിൻ മഈൻ പറഞ്ഞു. ആ യഹ്യ ബിൻ മഈൻ നമുക്കറിയാം അഹ്മദ് ബിൻ ഹംബലിന്റെ കാലഘട്ടക്കാരനാണ്. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹം എന്താണ് ഈ മനുഷ്യനെ കുറിച്ച് പറഞ്ഞത്? തിരുമതി പറഞ്ഞത് കേട്ടു, യഹ്യ ബിൻ മഈൻ പറഞ്ഞത് കേട്ടു. ഇനി അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ എന്താ പറഞ്ഞത്? അതെ, ഇസ്മായിൽ കർമാനി പറയുകയാണ്, സഅൽതു അഹ്മദ് ബിൻ ഹംബൽ അൻ ഇബ്നു റബീഅ ഫളഅഫഹു. അഹ്മദ് ബിൻ ഹംബലിനോട് ഈ ഇബ്നു ലഹിയയെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു അദ്ദേഹം ദുർബലനാണ്. കൂടെ കാണാം. അപ്പൊ അഹ്മദ് ബിൻ ഹംബൽ മാത്രമേ. ഇനി നസായി എന്ന് പറഞ്ഞു. ഇമാം നസായി എന്താണ് പറഞ്ഞത്? ഖാല നസായി ദഈഫുൻ അദ്ദുഅഫാഉ വൽ മത്റൂഖൂൻ. നോക്കൂ, ഒരു കിതാബിന്റെ പേര് തന്നെ ദുർബലന്മാരെ കുറിച്ച് പറയാൻ വേണ്ടി എഴുതിയ ഒരു കിതാബ്. ആ കിതാബിൽ പലത് രേഖപ്പെടുത്തി ഖാല നസായി ദഈഫുൻ. ഇനി അവിടെ കണ്ടില്ലെങ്കിൽ താരീഖ് ദിമശ്ക് എടുത്ത് നോക്ക്, അവിടെ കാണാം ഇമാം നസായിയുടെ ഈ അഭിപ്രായം. ഇമാം ദാറുഖുത്നി എന്ത് പറഞ്ഞു? മഹാനായ ഇമാം ദാറുഖുത്നി പറഞ്ഞു എന്ത്? ഇബ്നു ലഹിയ ലാ യഹ്തജു ബിഹദീസിഹി. ഒരിക്കലും അദ്ദേഹത്തിന്റെ ഹദീസ് ഹുജ്ജത്തല്ല, തെളിവല്ല. ഇവിടെ പണത്തിന് തെളിവ് കൊണ്ടുവന്നത് ഈ റിപ്പോർട്ടാണ്. ഇമാം ദാറുഖുത്നി പറഞ്ഞു അല്ല, ലാ യഹ്തജു ബിഹി, ഒരിക്കലും തെളിവാക്കാൻ പറ്റൂല. ഇബ്നു ലഹിയ ലൈസ ബിഖവി, അദ്ദേഹത്തിന് ശക്തി പോരാ, ഹദീസ് പറയാനുള്ള ശക്തി പോരാ. എന്നാൽ നിങ്ങൾ നോക്കൂ എത്രത്തോളം ഇദ്ദേഹത്തെ സംബന്ധിച്ച് നിരൂപണം. അവർ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞു ഒരു വലിയ പ്രബന്ധം തന്നെ ഈ വിഷയത്തിൽ അവതരിപ്പിക്കാം, അത്രമാത്രമുണ്ട്. കാര്യം അദ്ദേഹത്തിന്റെ കിതാബ് കത്തിപ്പോയി, കുത്തുബുകൾ കത്തിപ്പോയി. ആ കത്തിപ്പോയതിന് മുമ്പ് ഉപരി ശരിയായിരുന്നു, പിന്നെ അദ്ദേഹത്തിന് ആ പ്രശ്നം പറ്റിയെന്നൊക്കെ ചില ആളുകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആ കിതാബ് കത്തിയതിനെ സംബന്ധിച്ച് പോലും പണ്ഡിതന്മാർ നിരൂപണം ചെയ്തു. നേരത്തെ പറഞ്ഞ യഹ്യ ബിൻ മഈൻ പറഞ്ഞു എന്ത്? എന്താ പറഞ്ഞത്? ഹുവ ദഈഫുൻ ഖബല അൻ തഹ്തരിക വമാ ബഅദ മാ ഇഹ്തറഖത്. അദ്ദേഹത്തിന്റെ കിതാബ് കത്തുന്നതിന് മുമ്പ് മൂപ്പർ ദുർബലമാണ്, കത്തിയതിന് ശേഷവും മൂപ്പർ ദുർബലനാണ്. അപ്പൊ കത്തിയതിന് ശേഷം എന്ന് പറഞ്ഞിട്ട് കത്തിയതിന് മുമ്പും അദ്ദേഹം ദുർബലനാണ് എന്ന് താരീഖ് ദിമശ്ക് മറിച്ച് നോക്ക്. യഹ്യ ബിൻ മഈൻ, ആ യഹ്യ ബിൻ മഈന്റെ അഭിപ്രായം നമുക്ക് കാണാൻ കഴിയും. ഇബ്നു തഹ്മാൻ അദ്ദേഹം രേഖപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു എന്ത്? ഇബ്നു ലഹിയ ലൈസ ബിശൈ. ഇബ്നു ലഹിയ എന്ന് പറയുന്ന ആള് ഒരു ചുക്കുമല്ല, മനസ്സിലാക്കണം. മാത്രമല്ല ഇബ്നു തഹ്മാൻ പറയുകയാണ്, യഹ്യ ബിൻ മഈനോട് ചോദിച്ചു, അല്ല ഫഹാദല്ലദി യഹ്കിന്നാസു അന്നഹു ഇഹ്തറഖത് കുതുബുഹു, അദ്ദേഹത്തിന്റെ കിതാബുകൾ കത്തിപ്പോയി എന്ന് ചില ആളുകൾ പറയുന്നുണ്ടല്ലോ. കത്തിയതിന് ശേഷമാണ് കേടായതെന്ന് പറയുന്നല്ലോ, കത്താന് മുമ്പ് കൊള്ളാമെന്ന് പറയുന്നുണ്ടല്ലോ, കത്തിയെന്നും ചില ആളുകൾ പറയുന്നല്ലോ. യഹ്യ ബിൻ മഈൻ പറഞ്ഞു ലൈസ ലിഹാദാ അസ്ലുൻ, ഇത് കത്തി എന്നുള്ളതിന് കഴിയില്ല. സഅലത് അൻഹാ ബിമിസ്ർ, ഞാൻ അതിനെ സഅൽതു അൻഹാ ബിമിസ്ർ, ഞാൻ അതിനെ സംബന്ധിച്ച് മിസ്റുകാരോട് ചോദിച്ചിട്ടുണ്ട്, ഈജിപ്തുകാരോട് ചോദിച്ചിട്ട് അങ്ങനെ കത്തി എന്നുള്ളതിന് കഴിയില്ല. വീണ്ടും അദ്ദേഹം പറഞ്ഞു ഇബ്നു ലഹിയ അദ്ദേഹത്തെ ലം യഹ്തരിഖ ലഹു കിതാബുൻ ഖത്ത്, ഒരു കിതാബും കത്തിയിട്ടില്ല. ഇതും യഹ്യ ബിൻ മഈൻ പറയുന്നത് ലം യഹ്തരിഖ ലഹു കിതാബുൻ കത്തി, അദ്ദേഹത്തിന്റെ ഒരു കിതാബും കത്തിയിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ കിതാബ് കത്തിയിട്ടുണ്ടോ എന്ന വിഷയത്തിൽ വരെ വിശദീകരിക്കുന്നുണ്ട്. അബ്ദുല്ലാഹ് ദൂറഖി അദ്ദേഹം പറയുന്നത് കാണാം. യഹ്യ ബിൻ മഈൻ قال يحيى بن معين أنكر أهل مصر احتراق كتب ابن لهيعة. ഇബ്നു ലഹിയയുടെ ഈ കിതാബുകളെ കത്തി എന്ന് പറയുന്ന ആ സംഭവം ഉണ്ടല്ലോ, അതിനെ ഈജിപ്തുകാർ നിഷേധിച്ചിട്ടുണ്ട്. അപ്പോ അത് കത്തുന്നതിന് മുമ്പ് കത്തിയതിനു ശേഷം അതുവരെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി അതിനു പുറമെ ഈ കിതാബ് കത്തിയാലും കത്തിയില്ലേലും, കിതാബ് ഉണ്ടേലും ഇല്ലേലും ഇതിനെ കുറിച്ച് പിന്നെ പറഞ്ഞത് എന്താണ്? അദ്ദേഹത്തെ പറ്റിയിട്ട് അൽ മജ്റൂഹീൻ അങ്ങനെ ഒരു കിതാബ് ഉണ്ട്. ആ കിതാബിൽ രേഖപ്പെടുത്തിയത് എന്താണെന്ന് ചോദിച്ചാൽ വഖത്തുഹിമ ഇബ്നു ലഹിയ ബിത്തദ്ലീസ്, ഇദ്ദേഹം തദ്ലീസുള്ള ആളാണ്. എങ്ങനെയുള്ള തദ്ലീസ്? അതാണ് വകാന ശൈഖൻ സ്വാലിഹൻ വലാകിന്നഹു കാന യുദല്ലിസു അലൽ ദുആഫാഇ ഖബ്ല ഇഹ്തിറാഖി കുതുബിഹി. ഇദ്ദേഹം ഈ കിതാബ് കത്തുന്നതിന് മുമ്പ് തന്നെ, ഈ കിതാബ് കത്തി എന്ന് പറയുന്ന സംഭവമല്ലോ, ആ സംഭവത്തിന് മുമ്പ് തന്നെ അദ്ദേഹം ദുആഫാകളെ തൊട്ട് തദ്ലീസ് ചെയ്യുന്ന ആളാണ്. ഉസൂൽ ഹദീസ് പഠിച്ച ആളുകൾക്ക് കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. അപ്പൊ സുഹൃത്തുക്കളെ, വെറുതെ പറയല്ല, ഒരു 15 മിനിറ്റ് സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് വിശദീകരിക്കുന്ന ഒരു വിശദീകരണത്തിൽ വളരെ ചുരുക്കി പറയാൻ പറ്റുള്ളൂ.
ആ ചുരുക്കി പറഞ്ഞത് സൂചന കൊണ്ട് ബുദ്ധിയുള്ളവന് കാര്യം പറയുന്നവന് മനസ്സിലാകും. പക്ഷേ ഇത് തൊള്ളയിൽ സൂചിയിട്ട് കൊടുത്താൽ, സൂചനയല്ല, തൊള്ളയിൽ ഒരു സൂചിയിട്ട് കൊടുത്താൽ പോലും തിരിയാത്ത ആളുകൾ ഈ സമൂഹത്തിലുണ്ട് എന്ന് ഇത്തരം മറുപടിക്കാരെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകൾ എഴുതി വെക്കാൻ വിസമ്മതിച്ച ആളുകൾ ആരൊക്കെയാണ്? ഈ വിഷയത്തെ സംബന്ധിച്ച് ഉസൂലിന്റെ പണ്ഡിതന്മാർ ഇബ്നുൽ ലഹിയ എന്ന് പറയുന്ന ഈ മനുഷ്യനെ എടുത്ത് നിരൂപണം ചെയ്ത് പോരുന്ന കൂട്ടത്തിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ അത് എഴുതുന്നത്, അത് രേഖപ്പെടുത്തുന്നത് വിസമ്മതിച്ച ആളുകൾ ആരൊക്കെയാണ് കേട്ടോ. ഖാല ഇമാം മുസ്ലിം, ഖാലൽ ഇമാം മുസ്ലിം, ഇമാം മുസ്ലിം പറയുകയാണ്, തറക്കഹു ഇബ്നു മഹ്ദി വയഹ്യ വവഖീഅ്. ഈ ഇബ്നുൽ ലഹിയ എന്ന് പറയുന്ന ആള് അതിന് പറയുന്ന രേഖപ്പെടുത്താൻ വിസമ്മതിച്ചത്, അദ്ദേഹത്തെ ഉപേക്ഷിച്ചത് ഇബ്നു മഹ്ദി, യഹ്യ, വഖീഅ് ഇവരാരും സ്വീകരിക്കുമായിരുന്നില്ല. മാത്രമല്ല, വഖാല മുഹമ്മദ് ബിൻ ഹരീസ് سمعت أبا زرعة الرازي يقول أبو زرعة الرازي അദ്ദേഹം കേട്ടൽ അദ്ദേഹം പറഞ്ഞു, എന്താ പറഞ്ഞത്? വസഅൽതഹു അൻ ഇബ്നു ലഹിയ, ഇബ്നു ലഹിയയെ സംബന്ധിച്ച് ഞാൻ ചോദിച്ചു. ആരോട്? ഈ പറയുന്ന മുഹമ്മദ് ബിൻ ഹനീഫിനോട്. അദ്ദേഹം പറഞ്ഞു, തറക്കഹു അബൂ അബ്ദില്ല, അബൂ അബ്ദില്ല അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. ആരാ അബൂ അബ്ദില്ല? യഅനി അൽ ബുഖാരി, ഇമാം ബുഖാരി. ഇമാം ബുഖാരി ഇബ്നു ലഹിയ എന്ന് പറയുന്ന ആളിന്റെ റിപ്പോർട്ട് എഴുതാൻ വിസമ്മതിച്ചിട്ടുണ്ട്, എഴുതി വെക്കൂല. താരിഖ് ബഗ്ദാദ്, ബഗ്ദാദിന്റെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താരിഖ് ദിമഷ്കിലും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നിങ്ങൾ നോക്കൂ, മുഹമ്മദ് ബിൻ മുസ്ലിം പറയുകയാണ്, മാ സമിഅതു അബ്ദുറഹ്മാൻ യഅനി ഇബ്നു മഹ്ദി യുഹദ്ദിഥു അൻ ഇബ്നു ലഹിയ ശൈഅൻ ഖത്ത്. ഇബ്നു മഹ്ദി പറയുകയാണ്, ഈ അബീ ലഹിയ എന്ന് പറയുന്ന നൈലിന്റെ കഥ പറഞ്ഞ ആള് അദ്ദേഹത്തിൽ നിന്ന് ഒന്നും തന്നെ ഉദ്ധരിക്കുകയില്ല, രേഖപ്പെടുത്തുകയില്ല. ഇത് നോക്ക്, അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി അദ്ദേഹം തന്നെ പറഞ്ഞത് നമുക്ക് പിന്നെയും കാണാം, ലാ തഹ്മിലു അൻഹു ഖലീലൻ വലാ കസീറൻ, ഒരു കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും ഇബ്നു ലഹിയ പറഞ്ഞു ഞങ്ങൾ ചുമന്നുകൊണ്ട് നടക്കൂല. പക്ഷെ ഇവിടെ മറുപടി പറയാൻ വരുന്ന മുസ്ലിം ചോദിക്കണം, അല്ല ഇങ്ങനെയാണെങ്കിൽ ഒരുപാട് കിതാബ്, അങ്ങനെ ഒരുപാട് കിതാബിലുണ്ട്, അതിൽ കൂടുതൽ കിതാബുകളിൽ പറഞ്ഞ സംഗതികളാണ്, ഈ രേഖപ്പെടുത്തിയ സംഗതികളാണ് ഈ വായിച്ചത്. പിന്നെ മൂപ്പർക്ക് സംശയം, അങ്ങനെയാണെങ്കിൽ ഇബ്നു കസീർ എന്തിനാണ് കൊണ്ടുവന്നത്? ഇബ്നു കസീർ ഹസനും സഹീഹും മാത്രമല്ലേ കൊണ്ടുവരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുപോലും മൂപ്പർക്ക് തിരിഞ്ഞിട്ടില്ല. ഇബ്നു കസീർ ഇബ്നു ലഹിയ ദുർബലനാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഇബ്നു കസീർ ഈ പറയുന്ന ഇബ്നു ലഹിയ ദുർബലനാണെന്ന് മനസ്സിലാക്കാതെ അത് സ്വഹീഹായി ഉദ്ധരിച്ചതാണെന്നൊക്കെയാണ് ഈ സാധു വിചാരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, 4 സ്ഥലത്ത് അൽ ബിദായത്തു വന്നിഹായിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഈ ലഹിയ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ദുർബലനാണ് എന്ന് രേഖപ്പെടുത്തിയത് കൃത്യമായി 4 സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അതിൽ കൂടെ ഉണ്ടാകും പണ്ഡിതന്മാരെ നോക്കിക്കഴിഞ്ഞാൽ. അതിലൊന്ന് കാണിച്ചു തരാം. അദ്ദേഹത്തിന്റെ അൽ ബിദായത്തു വന്നിഹായ, ആ അൽ ബിദായത്തു വന്നിഹായിൽ തന്നെ ഒരു സംഭവം പറയുന്നു. ഏത് ഭാഗത്താണ്? ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത്. ഖദർ അലൈഹിസ്സലാം അദ്ദേഹം ആരാണ്? വഖദ് ഇഖ്തലഫ ഫിൽ ഖദർ ഫി ഇസ്മിഹി വനസബിഹി വനുബുവതിഹി വഹയാതിഹി. ഖദർ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ പേരെന്താണ്? അദ്ദേഹത്തിന്റെ തറവാട് എന്താണ്? അദ്ദേഹത്തിന്റെ നുബൂവത്ത് നബിയാണോ വലിയാണോ? വഹയാത്തി അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ പേരുകൾ എന്തൊക്കെയാണെന്നുള്ള വിശദീകരണം നടത്തിയ ആരുടെ മോനാണ്? ഇലിയ ബിൻ മലിക്കാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് പറഞ്ഞ ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ ആ രൂപത്തിലുള്ള ചർച്ചകൾ പോയി. ഫഖാല ഗൈറുഹു അൽ ഖബറൂൻ ബിൻ അമായിൽ ആണ്, അമിയായിൽ ആണ് ഈ പറയുന്ന ഖബർ എന്ന് ചില ആളുകൾ പറഞ്ഞു. ആ ചർച്ച പോയി. മാത്രമല്ല വേറെ ചില ആളുകൾ പറഞ്ഞു അർമിയ ഇബ്നു ഖൽഖിയയുടെ മകൻ അർമിയായാണ് ഈ പറയുന്ന ഖബർ വല്ലാഹു അലം എന്ന് പറഞ്ഞതിന് ശേഷം വേറൊരു അഭിപ്രായം ഖീല ഇന്നഹു കാന ഇബ്നു ഫിർഔൻ, ഇദ്ദേഹം ഫിർഔന്റെ മകനാണ് എന്നൊരു അഭിപ്രായമുണ്ട്. ആര്? ഖദർ അലൈഹിസ്സലാം ഇബ്നു ഫിർഔനാണ്. മാത്രമല്ല സാഹിബ് മൂസ മലിക് മിസ്റിലെ രാജാവായിരുന്ന മൂസാ നബിയുടെ കൂട്ടുകാരനാണ് ഈ പറയുന്ന ഖദർ എന്നൊക്കെയുള്ള അഭിപ്രായം പറഞ്ഞു. വഹാദാ ഗരീബുൻ ജിദ്ദാ, ഇത് അങ്ങേയറ്റം ഗരീബായ ഒരു റിപ്പോർട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഇബ്നു കസീർ പറയാണ്, ഖാല ഇബ്നുൽ ജൗസി, മഹാനായ ഇബ്നു ജൗസി റഹിമഹുല്ലാഹ് പറഞ്ഞു, റവാഹു മുഹമ്മദ് ബിൻ അയ്യൂബ്, ഇത് മുഹമ്മദ് ബിൻ അയ്യൂബ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അൻ ഇബ്നു ലഹിയ, ഇബ്നു ലഹിയയെ തൊട്ട്. അപ്പോ ഖദർ
അലൈഹിസ്സലാം ഫറഔവയുടെ മോനാണ്, ഫിറഔന്റെ മോനാണ് എന്ന ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഇബ്നു ജൗസി പറഞ്ഞു, മുഹമ്മദ് ബിൻ അയ്യൂബും ഇബ്നു ലഹിയയും ഈ രൂപത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് വഹുമാ ദഈഫാനി. ഈ പറഞ്ഞ മുഹമ്മദ് ബിൻ അയ്യൂബും ഇബ്നു ലഹിയയും വഹുമാ ദഈഫാനി ആണ്. അൽ ബിദായ വന്നിഹായ. ഒരു സ്ഥലത്ത് മാത്രമല്ല, ഇനി നമുക്ക് കാണാൻ കഴിയും. വീണ്ടും മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് കഅബയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുമ്പോൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണ് നിർമ്മിച്ചത് എന്ന രൂപത്തിലുള്ള ചർച്ച വന്ന് അതിനെ സംബന്ധിച്ച റിപ്പോർട്ട് അബ്ദുല്ലാഹ് ഇബ്നു അംറിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയാണ്, വഫീ സനദിഹി ഇബ്നു ലഹിയ വഹുവ ദഈഫുൻ. അതാണ് അൽ ബിദായത്തു വന്നിഹായിൽ ഇബ്നു ഹജർ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തന്നെ പറയുകയാണ്, ഇബ്നു ലഹിയ എന്ന് പറയുന്ന ആൾ അതിന്റെ സനദിലുണ്ട്, അതുകൊണ്ട് അത് ദുർബലമാണ്. ഇനി നിങ്ങൾ നോക്കൂ, വീണ്ടും ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തന്നെ പറയുന്നത് കാണാൻ കഴിയും. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തന്നെ അതേ ആദമും ഹവ്വയും കൂടി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവരിലേക്ക് ആദമിലേക്ക് നിയോഗിക്കുകയും ബഅസല്ലാഹു ജിബ്രീല ഇലാ ആദം വഹവ്വ ഫഖാല ലഹുമാ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആദമിലേക്കും ഹവ്വയിലേക്കും അള്ളാഹു പറഞ്ഞു വിട്ടിട്ട് ഫഖാല ലഹുമാ, അവർ രണ്ടുപേരോടും പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണ്ടി വീടുണ്ടാക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കഅബ ഉണ്ടായത് എന്നുള്ള ചർച്ച നടത്തുകയാണ്. ആ ചർച്ച നടത്തിയ റിപ്പോർട്ടുകൾ കൊണ്ടുവന്നിട്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്, ഖാല അൽ ബൈഹഖി, ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട്, തഫറദ ബിഹി ഇബ്നു ലഹിയ ഹകദാ മർഫൂഅൻ. ഈ സംഭവം ഇബ്നു ലഹിയയിൽ നിന്ന് മാത്രമാണ് വന്നിട്ടുള്ളത്. ഇബ്നു ലഹിയയാണ് ഉദ്ധരിച്ചത്. ബൈഹഖി പറഞ്ഞതാണ്, ഈ ഇബ്നു ലഹിയയാണ് ഈ ജിബ്രീൽ അലൈഹിസ്സലാം ആദമിനെ വിളിക്കണമെന്ന് പറഞ്ഞു എന്ന ആ സംഭവത്തിന്റെ റിപ്പോർട്ടിലുള്ളത് ഇബ്നു ലഹിയയാണ്. ഇബ്നു ലഹിയ തൊട്ടാണ് ഉദ്ധരിക്കുന്നത്. ഈ ബൈഹഖിയുടെ റിപ്പോർട്ട് കൊടുത്ത് അഭിപ്രായം കൊടുത്തതിനു ശേഷം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്, ഖുൽതു, ഞാൻ പറയുന്നു, വഹുവ ദഈഫുൻ. ഇബ്നു ലഹിയ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് അസ്വീകാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ദുർബലനാണ്. മുസ്ലിം ചോദിക്കാൻ ഇബ്നു കസീർ ഉദ്ധരിച്ചല്ലോ, ഇബ്നു കസീർ മറ്റതും ഉദ്ധരിച്ചിട്ടുണ്ട്, ഒരുപാട് സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനിയുമുണ്ട് ഇബ്നു കസീർ തന്നെ അദ്ദേഹത്തിന്റെ ഈ ചരിത്ര ഗ്രന്ഥത്തിൽ തന്നെ ഇബ്നു ലഹിയ എന്ന് പറയുന്ന ആൾ ദഈഫാണ് എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. ഞാൻ 4 എണ്ണം അടയാളപ്പെടുത്തിയിരിച്ചിട്ടുണ്ട്. പറയും തപ്പിയാൽ ഒരുപാട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ സുഹൃത്തുക്കളെ, ഈ രൂപത്തിൽ ഒരു തെളിവുമില്ലാത്ത സംഗതിയാണ്. ഈ സംഗതി കൊണ്ടുവന്ന് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതാ വഹാബികളുടെ തൗഹീദൊക്കെ കടലിൽ ഒഴുകുന്നു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കത് തമാശയാണ്. ഇത് വലിയ ഗൗരവത്തിലൊക്കെ എടുത്ത് ചില ആളുകൾ ഇതാ മുജാഹിദുകളുടെ തൗഹീദ് കടലിൽ എറിയും, എല്ലാം കടലിലേക്ക് എറിയാണ്. ഒരു പഴം കിട്ടിയാൽ അത് കൊണ്ടുപോയി കടലിൽ എറിയും, മുജാഹിദിനെ കിട്ടിയ മുജാഹിദിനെയും കടലിൽ കൊണ്ടുപോയി എറിയും, തൗഹീദ് കിട്ടിയാൽ തൗഹീദും കൊണ്ട് കടലിലെറിയും. അല്ല എന്ത് കൊടുത്താൽ, അമ്മ പഴം കൊടുത്താൽ അതും കടലിലെറിയില്ല, അമ്മ തൗഹീദ് കൊടുത്താൽ അതും കടലിലെറിയും. അതുകൊണ്ട് എനിക്ക് കോഴിക്കോട് കടപ്പുറത്ത് നിന്ന് പറഞ്ഞ് സർവ്വ വഹാബികളെയും ഈ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. പിന്നെ നോക്കുക, ആളുകളൊക്കെ കരയെ നോക്കിയാണെങ്കിലും മുജാഹിദുകൾ നോക്കുമ്പോൾ നിറയെ മുജാഹിദുകളായി. ഇവര് കടലിലെറിയുന്ന സാധനം ഇങ്ങനെ ആണ് അഭിവൃദ്ധിപ്പെടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കരയില് ഇതാ മുജാഹിദുകൾ പറയുന്നു, അവർ കൂടുന്നു. അപ്പൊ എല്ലാം കടലിലേക്ക് എറിയുന്ന ഒരു ടീം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ അത് പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും ആദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ട്രാക്ക് തെറ്റാതെ ഇത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. മുഹമ്മദ് നബി സബീലി, ഇതെന്റെ വഴിയാണ്, എന്റെ മാർഗമാണെന്ന് പറഞ്ഞല്ലോ. ഒരുപാട് സുബുലുകൾ വേറുണ്ട്. ഹാദിഹി സുബുലുൻ, ആ കാണുന്നതൊക്കെ വേറെ വേറെ വഴികളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. അതുകൊണ്ട് ഒരുപാട് വഴികൾ വേറെ ഉണ്ടാകും. അവിടേക്ക് പോകേണ്ട വർക്കത്തുമാണോ? നേരത്തെ പറഞ്ഞല്ലോ, വളരെ കൃത്യമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകന്റെ ചര്യകൾ ഇവിടെ നമുക്ക് പഠിപ്പിച്ചത് കൊണ്ട് തുബരിക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅഖ്വാലി, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു പോയ നടപടിക്രമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ബർക്കത്ത് കിട്ടണോ? അല്ലാഹു ബർക്കത്ത് തരും തഖ്വ പാലിച്ചാൽ. അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് തരും, അഭിവൃദ്ധി തരും. അതിന് ഒരുപാട് വഴികളുണ്ട്. മറ്റു മാർഗങ്ങളിൽ, മറ്റു ഇസ്ലാമികമായി തെളിവുകളില്ലാത്ത പ്രമാണങ്ങളില്ലാത്ത ദുരാചാരങ്ങൾ പിന്നാലെ പോവുക എന്നുള്ളത് വളരെ ഗൗരവത്തിൽ
അതിനെ കാണുകയും ഈ രൂപത്തിലുള്ള എല്ലാ തിന്മകളിൽ നിന്ന് മാറി നിന്ന് അള്ളാഹുവിന്റെ ദീൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബത്ത് വഴി എങ്ങനെയാണ് നമുക്ക് കൈമാറി കിട്ടിയത്, ആ വഴിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. മറ്റുള്ള എല്ലാ വിദ്വേഷങ്ങളും എല്ലാ നിലക്കുള്ള മുൻധാരണകളും മാറ്റിവെച്ച് അള്ളാഹുവിന്റെ ദീനിനെ സ്വീകരിക്കണം. ഹഖായത് ഉൾക്കൊണ്ട് അതിനുവേണ്ടി ജീവിതാവസാനം വരെ നിലകൊള്ളണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹുവെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഇത് ഈ സമൂഹത്തിന് ഉപകരിക്കുന്ന രൂപത്തിലാക്കി തീർക്കണേ അള്ളാഹുവെ. ഞങ്ങളിൽ നിന്ന് സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തന്നെ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.